മലയാള സിനിമകളുടെ പ്രദർശന വിലക്കിൽ നിന്ന് PVR സിനിമാസ് പിന്മാറി. രാജ്യമെമ്പാടുമുള്ള PVR തിയേറ്ററുകളിൽ മലയാള സിനിമ പ്രദർശിപ്പിക്കും. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ മധ്യസ്ഥതയിൽ നടത്തിയ സമവായ ചർച്ചയിലാണ് തീരുമാനം. കൊച്ചി ഫോറം മാൾ, കോഴിക്കോട് PVR സ്ക്രീനുകളിലെ പ്രശ്നപരിഹാര ശ്രമം തുടരുകയാണ്. വിർച്വൽ പ്രിന്റ് ഫീസ് ഒഴിവാക്കുന്ന കാര്യത്തിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് കോഴിക്കോട്, കൊച്ചി PVR സ്ക്രീനുകളിലെ പ്രദർശന വിലക്ക് പരിഹരിക്കാനാകാതെ തുടരുന്നത്. ഇക്കാര്യത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമാകുമെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രതീക്ഷ. മലയാള സിനിമയുടെ ഉള്ളടക്കം ശക്തമായതിന്റെ വിജയമാണിത് എന്നായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രതികരണം. സമ്മർദ്ദം കാരണമാണ് PVR സിനിമാസ് കീഴടങ്ങിയതെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അവരുടെ പ്രോപ്പർട്ടി എല്ലാം നിശ്ചലമാകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇന്ന് മലയാള സിനിമ കളിച്ചില്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഷറിൽ അവർക്ക് തുറന്നു കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് പരമാർത്ഥം. ഫെഫ്കയുടെ വികാരം PVR ഉൾക്കൊണ്ടുവെന്നായിരുന്നു ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം. MA യൂസഫ് അലിയുടെ മധ്യസ്ഥതയിൽ നടത്തിയ സമവായ ചർച്ചയിലാണ് തീരുമാനമായതെന്നും ഫെഫ്ക ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യയിലെ മുഴുവൻ സ്ക്രീനുകളിലും മലയാള സിനിമ പ്രദർശിപ്പിക്കണം എന്നുള്ള ആവശ്യത്തിൽ നിന്ന് ഞങ്ങൾ പിറകോട്ട് പോയില്ല. ഈ ആവശ്യത്തിനൊപ്പമാണ് ശ്രീ MA യൂസഫ് അലിയും നിലപാടെടുത്തത്. PVR അവരുടെ തീരുമാനം അറിയിച്ചു. ഈ 2 സ്ക്രീനുകൾ ഒഴിച്ച് 2 സെൻറ്ററുകൾ ഒഴിച്ചുള്ള എല്ലാ സ്ക്രീനുകളും മലയാള സിനിമയ്ക്കായി വീണ്ടും അവർ തുറന്നു കൊടുക്കുകയാണ്. വിർച്വൽ പ്രിന്റ് ഫീസ് നൽകിയിട്ടും ആടുജീവിതം ഒഴിവാക്കിയതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സംവിധായകൻ ബ്ലസ്സി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ അഭിഭാഷകരുമായി ആലോചിച്ച് തീരുമാനമെടുക്കും. ഞാൻ 11-ാം തീയതി കളിക്കേണ്ട ഇതിൻ്റെ VPF ചാർജ് ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് അഡ്വാൻസ് കൊടുത്തിരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഒരു നോട്ടീസ് പോലും അയക്കാതെ വലിയൊരു ധാർഷ്ട്യമാണ് ഇതിനോട് എടുത്തിരിക്കുന്നത്. അപ്പം അതിന് എതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് സംഘടനയായി തീരുമാനിച്ചിട്ടുള്ളത്. റിപ്പോർട്ടർ, കൊച്ചി.